BJP എന്ന പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് നരേന്ദ്രമോദിയാണ് എന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ. അതിലുള്ള ബഹുഭൂരിപക്ഷം പേരും നുണകൾ മാത്രം പറയുന്നവരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ BJPയുടെ പ്രസിഡന്റ് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ ഇയാൾ നരേന്ദ്രമോദിയെയും കവച്ചു വയ്ക്കുന്ന വ്യക്തിയാണ് എന്ന് തോന്നിപ്പോവുകയാണ്. നരേന്ദ്രമോദിയുടെ നിരവധിയായ നുണകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ വീതം ഓരോ ഇന്ത്യക്കാരന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും, വർഷം 2 കോടി തൊഴിൽ വീതം നൽകും, സാമ്പത്തിക വളർച്ച കുത്തനെ വർദ്ധിപ്പിക്കും, തൊഴിലില്ലായ്മ ഇല്ലാതാക്കും, രൂപയുടെ മൂല്യം $1 40 രൂപ എന്ന നിരക്കിൽ എത്തിക്കും, പെട്രോളിന്റെ വില ലിറ്ററിന് 40 രൂപയിൽ എത്തിക്കും എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനവധി നുണകളാണ് മോദി വർഷങ്ങളായി തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വെറും ജുംലകൾ ആണെന്ന് കാലം തെളിയിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെയാണ് BJPയിലെ വളരെയേറെ മന്ത്രിമാരും MLAമാരും എല്ലാം. അവർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾക്കും തട്ടിവിട്ട നുണകൾക്കും യാതൊരു പരിധിയുമില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി BJPയുടെ പ്രസിഡന്റും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ പാർലമെന്റിൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ നുണയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകളിട്ട് അലക്കുന്നത്. ഒരു സങ്കോചവുമില്ലാതെ നഡ്ഡ പാർലമെന്റിൽ വിളിച്ചു പറയുന്ന ഈ നുണ കേട്ടുകൊള്ളൂ. बिहार ने एक लंबी 157 मेडिकल कॉलेजेस प्रधानमंत्री मोदी जी के नेतृत्व में खुले हैं पिछले 10 सालों में। 157 मेडिकल खोलने का क्राइटेरिया है एस्पिरेशनल डिस्ट्रिक्ट, खोलने का क्राइटेरिया है कि वहां कोई पब्लिक मेडिकल कॉलेज पहले से ना हो और वहां कोई प्राइवेट मेडिकल कॉलेज ना हो। अगर ये क्राइटेरिया पूरा होता है तो उसमें 157 मेडिकल कॉलेजेस खोले गए. ബീഹാറിൽ വളരെ വലിയ സംഖ്യയായ 187 പുതിയ മെഡിക്കൽ കോളേജുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ തുറന്നിരിക്കുന്നത്. 187 പുതിയ മെഡിക്കൽ കോളേജുകൾ. ഇത് തുറക്കുന്നതിനുള്ള മാനദണ്ഡം ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് ആയിരിക്കണം. അവിടെ പബ്ലിക് മെഡിക്കൽ കോളേജുകൾ ഒന്നും മുൻപ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ അവിടെ നിലവിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ മാനദണ്ഡങ്ങൾ ശരിയാണെന്ന് കണ്ട് അവിടെ 187 പുതിയ മെഡിക്കൽ കോളേജുകൾ തുറന്നു. ഇത് കേട്ട് ഡെസ്കിലടിച്ച് ആനന്ദ പുളകിതരാവുകയാണ് വിവരം കെട്ട സംഘി MPമാർ. ഇതിൽ യാതൊരു പ്രായോഗിക വശവും ഇല്ല എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, ഇത് ഒരിക്കലും നടന്നിട്ടില്ല എന്നും വെറും നാണം കെട്ട നുണയാണ് എന്നും അവർക്ക് അറിയാഞ്ഞിട്ടല്ല. നിർലജ്ജ്യം ഇത് വിളിച്ചു പറയുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി നഡ്ഡയ്ക്കും അറിയാം താൻ പറയുന്നത് വെറും ശുദ്ധ ഫോഷ്ക ആണെന്ന്. ബീഹാറിൽ ആകെയുള്ളത് 38 ജില്ലകളാണ്. ആ 38 ജില്ലകളുള്ള ബീഹാറിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പുതുതായി 187 മെഡിക്കൽ കോളേജുകൾ മോദി സർക്കാർ തുറന്നു എന്നാണ് ഒരു സങ്കോചവുമില്ലാതെ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ വിളിച്ചു പറയുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരൊറ്റ ജില്ലയിൽ പോലും ഒന്നിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുകയില്ല, നിർമ്മിച്ചിട്ടില്ല. ആ സ്ഥാനത്താണ് 38 ജില്ലകളുള്ള ബീഹാറിൽ കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രമായി 187 മെഡിക്കൽ കോളേജുകൾ തുറന്നു എന്ന് ഇയാൾ പറയുന്നത്. 6 മാസം മുൻപ് ഇതേ നഡ്ഡ തന്നെ പറഞ്ഞത് ബീഹാറിൽ പുതുതായി 8 മെഡിക്കൽ കോളേജുകൾ തുറന്നു എന്നാണ്. ഇപ്പോൾ 6 മാസത്തിന് ശേഷം അത് 187 മെഡിക്കൽ കോളേജുകൾ എന്ന് ഒരു തരത്തിലും ചിന്തിക്കാനാവാത്ത എണ്ണമാണ് നഡ്ഡ വെറുതെ വിളിച്ചു പറയുന്നത്. അതായത് കഴിഞ്ഞ 6 മാസത്തിൽ മാത്രം 149 മെഡിക്കൽ കോളേജുകളാണത്രേ നഡ്ഡയും കൂട്ടരും ബീഹാറിൽ തുറന്നത്. എങ്ങനെയുണ്ട്? എങ്ങനെയാണ് ഇതുപോലെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പച്ചയ്ക്ക് പാർലമെന്റിൽ പച്ചക്കള്ളം വിളിച്ചു പറയാൻ ഇയാൾക്ക് തോന്നുന്നത്? BJP എന്ന് പറയുന്ന വിചിത്ര സംഘടനയിലുള്ളവർക്ക് വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാം. ഇവർക്ക് ഇങ്ങനെ പറയാനുള്ള ധൈര്യം നൽകുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇവർ എന്തൊക്കെ പറഞ്ഞാലും അത് അതേപടി ഇവരുടെ തലച്ചോറില്ലാത്ത മന്ദഭക്തർ സത്യമാണെന്ന് വിശ്വസിച്ച് വിഴുങ്ങിക്കൊള്ളും. സാധാരണ ജനങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ സാധാരണ ജനങ്ങളെക്കുറിച്ച് വറീഡേയല്ല. ഇന്ത്യയിൽ ആകെ മൊത്തം 786 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉള്ളത്. അതിൽ 386 എണ്ണം ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ബാക്കി 320 എണ്ണം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും ആണ്. അതായത് ഇന്ത്യയിൽ മൊത്തം 386 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉള്ളതിൽ കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രമായി ബീഹാറിൽ 187 എണ്ണം പുതുതായി നിർമ്മിച്ചു എന്ന്. ഇതിന്റെ വാസ്തവം എന്താണ് എന്ന് വെച്ചാൽ
ബീഹാറിൽ ആകെ മൊത്തം 23 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉള്ളത്. അതിൽ കഴിഞ്ഞ 8 വർഷത്തിൽ നിർമ്മിച്ചത് നഡ്ഡ 6 മാസം മുൻപ് പറഞ്ഞ 8 പോലും ഉണ്ടോ എന്ന് സംശയമാണ്. ഇങ്ങനെയാണ് സംഘിക്കൂട്ടങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇന്ത്യ ഭരിക്കാനായി ഒരു കൂട്ടം തലച്ചോറില്ലാത്ത മണ്ടന്മാർ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ ഇവരുടെ വിവേകം എത്രത്തോളം ആണെന്ന് ഊഹിച്ചുകൊള്ളൂ.